ഇവിടെ ഒരു തവണയെങ്കിലും വന്ന് പോയിക്കോളും. പല സ്ഥലത്തും പോണതല്ലേ, ഇവിടെ ഒന്ന് വന്നിട്ട് പോയിക്കോളും. 100% സത്യമാണ്. ഇവിടെ കൽപ്പന ആയാലും വേണ്ടില്ല, ഇവിടുന്ന് വരുന്ന ഭസ്മായാലും വേണ്ടില്ല, ഇവിടുന്ന് തരുന്ന വാക്കുകളായാലും വേണ്ടില്ല, 100% സത്യമാണ്. വിശ്വസിച്ചിവിടെ വരാം. നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഞാൻ വിഷ്ണു മണ്ണാർക്കാട്. ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് മണ്ണാർക്കാട് ആണ്ടിപ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്തെ അമ്മ മഹാലക്ഷ്മി ദേവി ക്ഷേത്രത്തിലാണ്. അപ്പോൾ ഇവിടെ ദിവസം തോറും ആളുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ആളുകൾ വന്ന് തിരക്കാണ്. അപ്പോൾ ഇവിടെ വന്ന് രോഗങ്ങളും അസുഖങ്ങളും പ്രശ്നങ്ങളും കല്യാണ പ്രശ്നങ്ങളും എല്ലാ പ്രശ്നങ്ങളും ഇവിടെ വന്ന് പരിഹാരം നൽകിക്കൊണ്ടിരിക്കുകയാണ്, പരിഹരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ദിവസം തോറും ആളുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. പ്രശ്നങ്ങൾ എല്ലാം ഇവിടെ അമ്മ കൽപ്പനയിലൂടെ മാറ്റിക്കൊടുക്കുകയാണ്. എല്ലാവരെയും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ദൈവത്തിന് നന്ദി പറയുന്നു. ആരും വിഷമിക്കേണ്ട, സങ്കടപ്പെടേണ്ട, അമ്മയുണ്ട് രക്ഷിക്കാൻ. അപ്പോൾ ഇവിടെ ദിവസം തോറും ആളുകൾ ജനസാഗരം വന്നുകൊണ്ടേയിരിക്കുകയാണ്. ആളുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ മരുന്ന് കൊണ്ട് ഏൽക്കാത്ത അസുഖങ്ങൾ, മാറാരോഗങ്ങൾ ഇവിടെ കൽപ്പന കൊണ്ട് ഭസ്മം കൊണ്ട് അമ്മ മാറ്റിക്കൊടുക്കുകയാണ്. അപ്പോൾ ആളുകൾ ഇവിടെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ജനസാഗരമാണ് ഇവിടെ. അപ്പോൾ ഞാൻ പോലും അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വരുന്ന ഭക്തർ എൻ്റെ അടുത്ത് ദൈവത്തെക്കുറിച്ച്, ഈ ദേവിയെക്കുറിച്ച്, അമ്മയെക്കുറിച്ച് എന്നോട് പറയുമ്പോൾ അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരുപാട് ഭക്തരെ കണ്ടു. അപ്പോൾ അതിൽ കുറച്ച് ഭക്തർ എൻ്റെ അടുത്ത് ഇവിടുന്ന് അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ കൽപ്പനയിൽ നിന്ന് മാറ്റങ്ങൾ സംഭവിച്ചത്, ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്, അതിൽ കുറച്ച് പേരെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരോട് ചോദിക്കാം, എന്താണ് ഇവിടുത്തെ കാര്യങ്ങൾ, ഇവിടുന്ന് അമ്മ പറഞ്ഞിട്ട് അസുഖങ്ങൾ മാറിയോ, ജീവിതത്തിൻ്റെ മാറ്റങ്ങൾ സന്തോഷമായോ, ഇവിടുന്ന് കൽപ്പന കേട്ടിട്ട് എന്താണ് അഭിപ്രായം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഭക്തരോട് ചോദിച്ചു നോക്കാം. ഞങ്ങളുടെ വീട് എവിടെ? ഞങ്ങളുടെ വീട് കോട്ടയം കാഞ്ഞിരപ്പള്ളി. അപ്പോൾ ഇവിടുന്ന് കൽപ്പന കേട്ടിട്ട് എന്താ അഭിപ്രായം? കൽപ്പനയായിട്ട് നല്ല അഭിപ്രായം, നല്ല വിശ്വാസം. അമ്മയുടെ അനുഗ്രഹത്താൽ ഒത്തിരി മാറ്റങ്ങൾ വന്നു. നല്ലതാണ്. എല്ലാ കാര്യങ്ങളും അമ്മയുടെ സത്യമായ കാര്യമാണ്. ഞങ്ങളിപ്പോൾ ഇത് 2ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ഇനിയും വരണമെന്ന് ആഗ്രഹം. സത്യത്തിൽ ഞാൻ അമ്മയുടെ കാര്യങ്ങൾ പറയുമ്പോൾ കരഞ്ഞുപോയി. നല്ലതാണ്. ഒരുപാട് മാറ്റങ്ങളുണ്ട്. എനിക്ക് അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം അമ്മ മാറ്റി തന്നു. ഇനിയും വരണമെന്നാണ് വിശ്വാസം. നമുക്ക് വരണമെന്നാണ് ഇനി 100% വിശ്വസിക്കുക. അമ്മയുടെ അടുത്ത് വന്നാൽ എല്ലാം നല്ലതാണ് അമ്മ പറയുന്നത്. നമുക്ക് 100% വിശ്വസിക്കാം. എന്നും വരണമെന്നാണ്. ഞങ്ങൾക്കിപ്പോൾ കുറേ ദൂരമുണ്ട്. 2 ദിവസം നമ്മൾക്ക് ഇവിടെ വരുന്നതുകൊണ്ട് മാറി നിൽക്കും. അതുകൊണ്ട് എനിക്കിപ്പോൾ കടയും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ അതിന് കുറേ ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് വരുന്നത്. പക്ഷേ എങ്കിൽ കൂടെ നമ്മൾ അമ്മയുടെ അടുത്ത് വന്നാൽ നല്ലതാണ്. ഒരുപാട് വിശ്വാസം വരും നമ്മൾക്ക്. ഞാൻ സത്യത്തിൽ നിന്ന് കരഞ്ഞുപോയി. നമ്മുടെ എല്ലാ മനസ്സിൽ ഉള്ളതെല്ലാം അമ്മ നമ്മളോട് പറയും. പക്ഷെ അമ്മേനെ കളിയാക്കുന്ന ഒരു കാര്യത്തിനും നമ്മളിവിടെ ആരും ഇറങ്ങി പുറപ്പെടണ്ട. എല്ലാം ആര് വന്നാലും നമുക്ക് 100% ഉറപ്പ് കാര്യങ്ങളാണ് അമ്മ പറഞ്ഞു തരുന്നത്. അമ്മയുടെ അനുഗ്രഹത്താൽ ഇനിയും വരണമെന്നാണ്. 100% ഉറപ്പ്. ആര് വന്നാലും നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കും. ഒരുപാട് അമ്പലങ്ങളിലും എല്ലായിടത്തും പോകും. പക്ഷേ ഇവിടെ ഒത്തിരി മാറ്റമുണ്ട്. എല്ലാം നല്ലതാണ്. ഇനിയും വരണമെന്നാണ്. കുറേ ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് വരുന്നത്. കടയൊക്കെ അടച്ചിട്ടിട്ടാണ് വരുന്നത് നമ്മൾ. ഇനി 100% ഉറപ്പായിട്ട് ഒരിക്കലും നമ്മൾ വരാതിരിക്കില്ല. ഇനിയും വരണം. നമ്മുടെ അനുഗ്രഹത്തെ അമ്മ അനുഗ്രഹിച്ച് ഞങ്ങൾ ഇനിയും വരും. ഞങ്ങളെവിടെ സ്ഥലം എവിടെയാണ്? ഞങ്ങൾ പള്ളിക്കത്തോട്. ഇവിടുന്ന് കൽപ്പന കേട്ടിട്ട് എന്താ അഭിപ്രായം? കൽപ്പന കേട്ടിട്ട് വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ ആദ്യം യൂട്യൂബിൽ കണ്ടിട്ടാണ് ഇവിടെ വന്നത്. ഒരു തവണ വന്നായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ
കുറേ നടന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രണ്ടാമത് പിന്നെ വന്നതാണ്. വന്ന വഴി ഞങ്ങൾ ഇവിടെ വെച്ചൊക്കെ 1-2 പേരെയൊക്കെ കണ്ടു. അപ്പോൾ അന്നേരം ഒരു ചേച്ചിയെ കണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞു, ചേച്ചി എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു, ഒറ്റ ദിവസം ഇവിടെ വന്നുകൊണ്ട് അത് മാറി. അപ്പോൾ പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ട് ചേച്ചി വരികയാണ്. അവരുടെ പിന്നെ അളിയൻ്റെ പിള്ളേർക്ക് എന്തോ പുസ്തകങ്ങളെ മേലഴിയുണ്ട്, അവരെയും കൊണ്ട് വന്നതാണെന്ന് പറഞ്ഞ് ആ ചേച്ചി പറഞ്ഞു. ഒറ്റ ദിവസം ഇവിടെ വന്നതുള്ളെന്ന് പറഞ്ഞു. വന്നുകൊണ്ട് തന്നെ പിന്നെ എൻ്റെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് വലിയ ദേഷ്യമാണെന്നൊക്കെ അമ്മ പറഞ്ഞു. ഇതൊക്കെ ശരിയാണ്. അത്രയൊക്കെയാണ്. ഞാനിവിടെ 1 മാസം മുമ്പാണ് ഞങ്ങൾ വന്നത്. പള്ളിക്കത്തോട്ടിൽ നിന്ന് വരുവാണ്. അന്ന് അമ്മ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് ഒരു പണിയില്ല, എൻ്റെ എനിക്ക് നേരത്തെ ജോലി ഉണ്ടായിരുന്നതാണ്. അതിനുശേഷം ഇപ്പം 2-3 വർഷമായിട്ട് ജോലിയില്ല. അന്നേരം എനിക്ക് പൈസ കയ്യിലില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്, നിനക്ക് എന്തെങ്കിലും ഒരു പണി അമ്മ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അതിനുശേഷം 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒരു ചെറിയൊരു കടയിൽ നിൽക്കാനായിട്ടുള്ളൊരു ജോലി കിട്ടുകയും ചെയ്തു. എനിക്ക് വളരെ സന്തോഷമുണ്ട്. അത് അമ്മ പറഞ്ഞു തന്ന നല്ലൊരു ഇതാണ്. വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി നല്ല മനസ്സിന് നല്ലൊരു മനസ്സിനും അതെ ശരീരത്തിനും അത് നല്ലൊരു തോന്നുന്നുണ്ട്. ഒരു സന്തോഷ സമാധാനം അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. സന്തോഷം. നിങ്ങളെ വീട് എവിടെ? മണ്ണാർക്കാട് മൈലാമ്പാടത്താണ് എൻ്റെ കല്യാണം കഴിച്ചത്. ഇപ്പം ഞാൻ സ്വന്തം വീട്ടിലാണ്, പെരിന്തൽമണ്ണ. ഇപ്പോൾ ഞാൻ ഇവിടെ വരാൻ തുടങ്ങിയിട്ട്, അമ്മത്ത് വരാൻ തുടങ്ങിയിട്ട് 5 വർഷം കഴിഞ്ഞു. ഒരുപാട് മാറ്റങ്ങളുണ്ട് ജീവിതത്തിൽ, സന്തോഷങ്ങളും ഒരുപാട് മാറ്റങ്ങളുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു അമ്മയായിട്ട് എനിക്ക് ജോലി തന്നു. സ്വാമിയിൽ വർക്ക് ചെയ്യാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരും. ഹോസ്റ്റലിൽ നിന്നിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അതൊക്കെ അമ്മേൻ്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയതാണ്. അങ്ങനെ ഇപ്പോൾ സന്തോഷത്തോടെ പോകണം ജീവിതം മുന്നോട്ട്. എന്തായാലും അമ്മേനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ അമ്മ കൈവിടില്ല, അത് ഉറപ്പാണ്. തീർച്ചയായിട്ടും 100% ഗ്യാരണ്ടി. താങ്ങായും തണലായി അമ്മ ഉണ്ട്, എപ്പോഴും ഉണ്ട്. അമ്മനെ വിശ്വസിക്കുക, അമ്മേനെ നല്ലോണം വിശ്വസിച്ച് കഴിഞ്ഞാൽ അമ്മ കൂടെ ഉണ്ടാവും. അത് തീർച്ചയായിട്ടും ഉണ്ടാവും. അത് മതി, അതാണ് വേണ്ടത്. പിന്നെ നമുക്ക് അറിയുന്നവരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൂട്ടിക്കൊണ്ട് പാവങ്ങൾ രക്ഷപ്പെട്ടെ. അറിയാവുന്നവരോടൊക്കെ പറയും. ഇപ്പം ഇന്ന് ഞാനൊരു ചേച്ചിനെ കൊണ്ടുവന്നു. അവർക്ക് എപ്പോഴും സമാധാനമില്ല, സൗകര്യമില്ലാതെ പറഞ്ഞിട്ട് എപ്പോഴും എന്നോട് പരാതി അറിയും. എപ്പോഴും ഇങ്ങനെ ഓരോന്ന് പറയും. അങ്ങനെ ഞാൻ കൊണ്ടുവന്നപ്പോൾ കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ അമ്മ വിശ്വസിപ്പിച്ചിട്ടുണ്ട് അവരെ. അങ്ങനെയൊക്കെയാണ്. ഓരോരുത്തരും നമ്മൾ കണ്ട അവരെ സങ്കടങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അമ്മനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൂട്ടിക്കൊണ്ടുവരിക. അമ്മ എത്തിക്കും ഇവിടെ, പാവപ്പെട്ടവരമ്മ എത്തിക്കും ഇവിടെ അമ്മേൻ്റെ മുമ്പിൽ. അങ്ങനെ അവർ രക്ഷപ്പെടും തീർച്ചയായിട്ടും. പിന്നെ വിശ്വാസമാണ് വലുത്. അമ്മനെ വിശ്വസിക്കണം. അങ്ങനെയൊക്കെ. പിന്നെ എൻ്റെ അമ്മേനെ കുറിച്ചില്ല. എൻ്റെ അമ്മയ്ക്ക് തന്നെ ഇതുപോലെ പിന്നെ ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞാണ് വയറ്റിൽ മുടണ്ടായിട്ട്. അതൊക്കെ ഇപ്പോൾ മാറി. അമ്മ അത് നല്ല ചുറുചുറുക്കോടെ നടക്കുന്നു. അമ്മയ്ക്ക് നല്ല ആരോഗ്യമുണ്ട് ഇപ്പോൾ. പിന്നെ അമ്മ ആയുസ്സും ആരോഗ്യം തരാൻ തുടങ്ങിയിട്ടുണ്ട്. അമ്മ ആയുസ്സും ആരോഗ്യം കൊടുക്കുന്നുണ്ട് ആളുകൾക്ക്. ഇവിടെ വന്ന എല്ലാ ഭക്തർക്കും ആയുസ്സും ആരോഗ്യം അമ്മ കൊടുക്കുന്നുണ്ട്. അതും കൂടിയും പറയണല്ലോ. അപ്പോൾ എന്താ അസുഖം ഉണ്ടെങ്കിലും അമ്മ മാറ്റിത്തരും. സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിലും ആരോഗ്യപരമായിട്ടാണെങ്കിലും മാനസികമായിട്ടാണെങ്കിലും. അപ്പോൾ അമ്മേൻ്റെ അടുത്ത് വന്നാൽ അമ്മേൻ്റെ കൽപ്പന കേട്ടാൽ മതി. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവും. പിന്നെ അമ്മ പറയുന്നത് എന്താണോ അതനുസരിക്കും. സന്തോഷം, സമാധാനം. ഇവിടെ ഞാൻ തേനൂര് വാടകയ്ക്ക് ഇരിക്കുകയാണ്. എൻ്റെ വീട് അമ്പലപ്പാറ പൂക്കോട്ട് കാവിലാണ്. അഭിപ്രായം അമ്മയുടെ അടുത്ത് വന്നിട്ട് ഇപ്പോൾ 1 മാസമായി. ഇവിടെ ഞാൻ ജോലിക്ക് പോയി, ജോലി കഴിഞ്ഞ് വന്നിട്ട് ഇപ്പോൾ വീണ്ടും ഇവിടെ വന്നു. സൂക്കട് ഇവിടെ വന്നത് അസുഖം കൊണ്ടാണ്. അപ്പോൾ ഇവിടെ വന്ന് പോയതിൻ്റെ ശേഷം വലിയ അസുഖങ്ങളും മരുന്ന് കഴിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. കാര്യമായിട്ട് മരുന്ന് കഴിച്ചില്ല. കൊളസ്ട്രോളൊക്കെ ഉണ്ടാകുന്നു, അതൊക്കെ ഏകദേശം പോയ മട്ടിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. എനിക്ക് വിഷമങ്ങളുണ്ടായിരുന്നു, അതെല്ലാം മാറി ഇവിടെ വന്നതിന് ശേഷം സന്തോഷമാണ്. അമ്മ എനിക്ക് പൂർണ്ണ 90% വിശ്വാസമാണ്. അതുപോലെ എൻ്റെ മക്കളുടെ കാര്യത്തിൽ ഇനി അമ്മ തീരുമാനം എടുക്കുന്നതാണ് പറഞ്ഞത്. അതും ഞാൻ വിശ്വസിക്കുന്നു. സാമ്പത്തികമായി വിഷമത്തിലും പണിയില്ലായ്മയും വയ്യായ്മയൊക്കെ 6 മാസമായിട്ട് ഇരുന്നുണ്ടായിരുന്നു ഞാൻ. അതിന്നൊക്കെ കരകയറ്റി അമ്മ തന്നിട്ടുണ്ട്. എന്നെ കൊണ്ട് കഴിയും പോലെ അമ്മയുടെ മുമ്പിലേക്ക് ഒരു തുക ഞാൻ വിചാരിക്കുന്നുണ്ട്. അതിൻ്റെ കയ്യിൽ എത്തിക്കിട്ടിയ നമ്മുടെ എത്തിക്കാനുള്ള സാധ്യത ഉടനെ ഉണ്ടാവും. അമ്മ അത് എത്തിച്ചു തരണം. അന്ന് നിങ്ങൾ വീഡിയോ എടുത്തപ്പോൾ കരഞ്ഞിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. വിളിക്കുക. അതുപോലെ ഭർത്താവ് 10-20 കൊല്ലമായിട്ട് ഉപേക്ഷിച്ച് പോയി. ഭർത്താവ് വിളിയും പറയലും തുടങ്ങി. സങ്കടത്തിലായിരുന്നു. ഇപ്പൊ സങ്കടമില്ല, മുഖത്ത് നല്ല സന്തോഷമാണ്. വിളിയും പറയലും, മക്കളെ ഇന്നൊക്കെ വിളിയും പറയലും തുടങ്ങി.
ആയിക്കോട്ടെ. അപ്പം എല്ലാവരുമായിട്ട് മുണ്ടാനും വർത്താനം പറയാനൊക്കെ തുടങ്ങി. അപ്പം അതിൻ്റെ സന്തോഷം മാറിയിട്ട് ഇനിയിപ്പോൾ നമ്മളെ ഭരണി വേല ആയി തുടങ്ങി കൊടുങ്ങല്ലൂർ നമ്മളൊരു ഇതാണ്. ഞാൻ വെളിച്ചപ്പാടായില്ല, വെട്ടിത്തെളിഞ്ഞില്ല, ആവൊന്ന് വിശ്വസിക്കണു ഞാൻ. സന്തോഷം. സന്തോഷം. നിങ്ങൾ എവിടെയാണ് സ്ഥലം? എവിടെയാണ്? കുളിക്കുകയാണ്. ഇവിടുന്ന് കൽപ്പന കേട്ടിട്ട് എന്താ അഭിപ്രായം? മനസ്സിലേക്ക് വിശ്വാസം വന്നു, അമ്മയെ വിശ്വാസമായി. കേട്ട കാര്യങ്ങളെല്ലാം സത്യമാണ്. ആദ്യമായിട്ടാണ് വരുന്നത്? ആദ്യമായിട്ടാണ്. ഏട്ടൻ്റെ അഭിപ്രായം എന്താ? സത്യങ്ങളാണ് അമ്മ പറഞ്ഞത്. സന്തോഷമായി. ആയിക്കോട്ടെ, നന്ദി. വീട് കാണാം. നിങ്ങളെ വീട് എവിടെയാണ്? തൂതറോട്ടുമ്പിൽ. ഇവിടുന്ന് കൽപ്പന കേട്ടിട്ട് എന്താ കൽപ്പന അഭിപ്രായം? കേട്ടിട്ട് എനിക്ക് നല്ല വിശ്വാസം വന്നു. എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാൻ പറഞ്ഞ സത്യമാണ്. എനിക്ക് അമ്മയെന്ന് നല്ല വിശ്വാസം വന്നു. ഞാൻ ഇനിയും വരും, ഇനിയും കൊണ്ട് കഴിയുന്നത്ര. അതാണ് എൻ്റെ തീരുമാനം. നല്ല ഇതാണ്, നല്ല കൽപ്പനയാണ്. നല്ല കൽപ്പനയാണ്. ഞാൻ ഇന്നേ വരെ എവിടുന്നും കേട്ടിട്ടില്ല അങ്ങനെ ഇത്രയും അമ്പലങ്ങളിൽ നടന്നിട്ട്. എനിക്കെല്ലാം കൊണ്ടും വിശ്വാസമായി. എൻ്റെ കാര്യം പറഞ്ഞൊക്കെ ശരിയാണ്. സത്യം. സത്യം. സന്തോഷം. അപ്പോൾ നമ്മൾ ആളുകളുടെ മനസ്സ് നിറഞ്ഞ് അവർ മനസ്സ് തുറക്കണ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. സന്തോഷത്താൽ അവരുടെ മനസ്സ് തുറക്കണ കാഴ്ച. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സ്വാമിയോട് ചോദിച്ചു നോക്കാം എങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളെന്ന്. സ്വാമി എന്ന് പറയുമ്പോൾ സ്വാമിയുടെ ദേഹത്ത് കയറിയിട്ടാണ് അമ്മ മഹാലക്ഷ്മി ദേവി ആളുകൾക്ക് കൽപ്പന കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ സ്വാമിയോട് ചോദിച്ചു നോക്കാം എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ, ഐതിഹ്യങ്ങൾ എങ്ങനെയാണ് ചോദിച്ചു നോക്കാം. സ്വാമി നമസ്കാരമുണ്ട്. നമസ്കാരമുണ്ട്. എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളും വിശേഷങ്ങളും? ഇവിടെ കൽപ്പനയാണ്, ദിവസം കൽപ്പന ഉണ്ട്. ഞായറാഴ്ച മാത്രമേ ഒഴിവുള്ളൂ. നാലാ ദിക്കിൽ നിന്ന് ഒരുപാട് ആളുകളൊക്കെ വരുന്നുണ്ട്. എല്ലാ ജില്ലയിൽ നിന്നും ആളുകൾ വരുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, പത്തനംതിട്ട, തിരുവല്ല, തൊടുപുഴ, എറണാകുളം, കൊച്ചി, വയനാട്, അങ്ങനെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്നുണ്ട് ആളുകൾ. ഒക്കെ ഈ അസുഖങ്ങളുള്ള ആളുകളാണ് കൂടുതൽ വരുന്നത്. അസുഖം, പിന്നെ മറ്റുള്ള പ്രശ്നങ്ങളും, വീട്ടിൽ വഴക്കായിട്ടും മദ്യപാനം കഴിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങളും, കുഞ്ഞുങ്ങളാവാത്തതും, അതേപോലെ കല്യാണം കഴിയാത്ത മക്കളും, എല്ലാ പ്രശ്നത്തിനും അമ്മയത്തേക്ക് വരുന്നുണ്ട്. ഇവിടെ അമ്മ മഹാലക്ഷ്മി ദേഹത്ത് കയറി പറയലാണ്. അപ്പോൾ ആ സമയത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കും. രോഗങ്ങളുള്ള ആളുകൾ വന്ന രോഗം ഒറ്റ നിമിഷം കൊണ്ട് തന്നെ മാറ്റി കൊടുക്കുകയും ഇവിടുന്ന് അമ്മ പറയും ഇനി അസുഖങ്ങൾ കാണില്ല, ആ അസുഖങ്ങൾ വരാനുള്ള കാരണം ഇന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ്, അത് കാരണം കൊണ്ടാണ് മരുന്ന് കഴിച്ചിട്ട് ഏൽക്കാത്തത്. അപ്പോൾ ആ അസുഖത്തിന് അമ്മ ഒറ്റ നിമിഷം കൊണ്ട് തന്നെ മാറ്റി കൊടുക്കുകയും അമ്മരത്തിരി ഭസ്മം ഒരു വാക്കും കിട്ടിയാൽ തന്നെ ആളുകളുടെ അസുഖം മാറും. ഒരു ദിവസം കൊണ്ട് തന്നെ അസുഖം മാറും, നിമിഷ നേരം കൊണ്ട് തന്നെ മാറും. പിന്നെ അവർക്ക് കുഴച്ചലോ തളർച്ചയോ ക്ഷീണോ മറ്റുള്ള അസുഖങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നല്ല പണി ചെയ്യാനുള്ള നല്ല ആരോഗ്യം വന്നതുപോലെ ഒരു തോന്നൽ പോകും. പിന്നെ അമ്മ ആയുസ്സും ആരോഗ്യം കൊടുക്കണം പറഞ്ഞു. അത് വരുന്നവർക്കൊക്കെ ആയുസ്സും ആരോഗ്യം കൊടുക്കുന്നുണ്ട്. പിന്നെ അവർക്ക് യാതൊരു പ്രശ്നം കാണില്ല, അവർ തരുന്ന ഒരു പ്രശ്നം കാണില്ല. അതേപോലെ കൽപ്പനയ്ക്ക് വന്ന് നിന്നാൽ തന്നെ അമ്മ പറയും ഇവിടെ വെറുതെ വന്ന് നിന്നാൽ മതി. അപ്പോഴേക്കും അമ്മ അവരുടെ കാര്യങ്ങൾ പറയും, കാരണങ്ങൾ പറയും. ഇന്ന കാരണം കൊണ്ടാണ് ഈ പ്രശ്നം വന്നിരിക്കുന്നത്, ഇന്ന കാരണം കൊണ്ടാണ് അസുഖം വന്നിരിക്കുന്നത്. ആ കാരണം അമ്മ അസുഖം മാറ്റി കൊടുക്കുകയും കാരണം പറഞ്ഞ അസുഖം മാറ്റി കൊടുക്കും, പ്രശ്നങ്ങൾ തീർത്തു കൊടുക്കും. എല്ലാ പ്രശ്നത്തിലും അമ്മയടുത്ത് പരിഹാരമുണ്ട്. അപ്പൊ പിന്നെ കൽപ്പന പറയുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ടാവില്ല. അമ്മ ദേഹത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു ഇരുട്ട് മൂടിയ പോലെ അമ്മ അങ്ങോട്ട് പറയും, ഓട്ടോമാറ്റിക് അങ്ങനെ പറയും. അതിൽ ആ പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കും. അത് സത്യമാണ്. എത്ര വലിയ ഇനിയിപ്പോൾ ഓപ്പറേഷൻ ചെയ്യുന്ന ആളുകൾ വന്നാലും വേണ്ടില്ല, അമ്മേരത്തിലെ ഒരു വാക്കും ഭസ്മം കിട്ടിയാൽ മതി, രക്ഷപ്പെടുന്ന 100% സത്യമാണ്. അല്ലാതെ ഇവിടെ വേറെ പണച്ചെലവൊന്നുമില്ല. ഇവിടെ ഇപ്പം അമ്മയ്ക്ക് അമ്മ പറയും നിങ്ങളെ നാളും പേരും ചൊല്ലി പാലും പഴത്തിന് സമർപ്പിച്ചോളി. ആ പറഞ്ഞാൽ മാത്രം ആ പാലും പഴത്തിന് സമർപ്പിച്ചാൽ മതി. വേറെ ഇപ്പം പണച്ചെലവൊന്നും ഇവിടെ ഇല്ല. കുഴിഞ്ഞു കളയാനോ അതേപോലെ കൈവശത്തിനോ അതിനൊന്നും പണച്ചെലവില്ല. കുഴിഞ്ഞു കളയേണ്ട ആളുകൾ വന്നാലും അമ്മേരെ ഇവിടുത്തെ വാക്കും വരം കിട്ടിയാൽ തന്നെ അവർ രക്ഷപ്പെട്ടു. ആരെയൊക്കെ ഭസ്മം കെട്ടാൻ കൊടുക്കുക, അതോടെ അവരെ സൂക്കടും മാറും, പ്രശ്നം തീരും. അതേപോലെ കൈവശത്തിനൊക്കെ 3 നാള് ഭസ്മം കൊടുക്കും വെള്ളത്തിൽ കലക്കി കുടിക്കാൻ. അപ്പോൾ
ആ കൈവശം പോകും. 3 നാൾ കഴിച്ചാൽ തന്നെ കൈവശം പോകും. അതേപോലെ ശത്രുദോഷമൊക്കെ നിസ്സാരമായിട്ട് ഇവിടുന്ന് മാറും. അമ്മേരെ വാക്കും വരം കിട്ടിയാൽ തന്നെ കൈവശവും ശത്രുദോഷമൊക്കെ മാറും. എന്ത് പ്രശ്നത്തിലും അത് സത്യം പറയാം. എന്ത് പ്രശ്നത്തിലും വന്നാലും നമ്മ കാര്യം സാധിച്ചു കൊടുക്കും. പ്രത്യേകിച്ച് രോഗങ്ങളിലുള്ള ആളുകളെ വരുന്നു. രോഗമൊക്കെ നിമിഷ നേരം കൊണ്ട് മാറ്റി കൊടുക്കാം. അത് സത്യമാണ്. ഇവിടെ വന്നാൽ രക്ഷപ്പെടും. എല്ലായിടത്തും പോയി ചടച്ചവരുണ്ടെങ്കിൽ, പല സ്ഥലത്തും പോയവർ ചടച്ചവരുണ്ടെങ്കിൽ ഒറ്റ തവണ ഇവിടെ വന്ന് പോയിക്കോളി. നിങ്ങൾ പറയാതെ തന്നെ അമ്മ നിങ്ങളെ കാര്യങ്ങൾ പറയും. കൽപ്പനയിൽ പറയും എന്നെ പോലെയാണ് സംഭവിച്ചിരിക്കുന്നത്. അതല്ലാന്ന് പറയാൻ കഴിയില്ല. കാരണം അമ്മ പറയുന്നത് മുഴുവനും സത്യമാണ്. ഇവിടെ ഒരു തവണയെങ്കിലും വന്ന് പോയിക്കോളും. പല സ്ഥലത്തും പോണതല്ലേ, ഇവിടെ ഒന്ന് വന്നിട്ട് പോയിക്കോളും. 100% സത്യമാണ് ഇവിടെ. കൽപ്പന ആയാലും വേണ്ടില്ല, ഇവിടുന്ന് വരുന്ന ഭസ്മായാലും വേണ്ടില്ല, ഇവിടുന്ന് തരുന്ന വാക്കുകളായാലും വേണ്ടില്ല, 100% സത്യമാണ്. വിശ്വസിച്ച് ഇവിടെ വരാം. ഇവിടെ ജാതിഭേദമൊന്നുമില്ല. പിന്നെ 4 ദിക്കിൽ നിന്നൊക്കെ ആളുകൾ വരുന്നത്, നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ജില്ലകളിൽ നിന്നൊക്കെ ആളുകൾ വരുന്നുണ്ട്. എല്ലാ മതക്കാരും വരുന്നുണ്ട്. എല്ലാ മതക്കാരും ഇവിടെ വരുന്നുണ്ട്. എല്ലാവർക്കും സുഖം പ്രാപിക്കുന്നുണ്ട്. വന്നാൽ തന്നെ വിശ്വാസമാകും അവർക്ക്. ഇവിടുത്തെ കൽപ്പന കേട്ടാൽ തന്നെ വിശ്വാസമാകും. ഞാൻ വരുമ്പോഴൊക്കെ കാണുന്നുണ്ട് മുസ്ലിംസ്, അപ്പൊ നിങ്ങൾ ഇവിടെ വന്ന ആളുകളോട് ചോദിച്ചോ നിങ്ങള്? അപ്പൊ അവരെന്താ പറഞ്ഞ? അവരൊക്കെ അത്ഭുതങ്ങൾ എൻ്റെ അടുത്ത് പറയണത്. അതാ പറയണത്. ഇവിടെ വന്ന അത്ഭുതപ്പെടും. ആരും അങ്ങോട്ട് പറയേണ്ട ആവശ്യമില്ല. വെറുതെ വന്ന് നടക്കി നിന്നാ മതി. ഒക്കെ അമ്മ അങ്ങോട്ട് പറഞ്ഞ് കാരണങ്ങൾ പറഞ്ഞ് ആ കാരണങ്ങളൊക്കെ തീർത്ത് തന്ന്, പ്രശ്നങ്ങൾ തീർത്ത്, അസുഖം മാറ്റി തന്ന് മറ്റുള്ളതിനെ അനുഗ്രഹിക്കും അമ്മ. അതേപോലെ ആയുസ്സും ആരോഗ്യം കൊടുക്കണ്ട. അതിനിപ്പോ വലിയ കാര്യം. ആയുസ്സും ആരോഗ്യം കൊടുത്താൽ തന്നെ അവർക്ക് പിന്നെ അസുഖം വരില്ല. അതെങ്കിലും വാങ്ങാൻ ഈ ക്ഷേത്ര നടയിൽ അമ്മയെ വിശ്വസിച്ച് വന്നോളൂ. എനിക്ക് അത്രേ പറയാനുള്ളത്. അല്ലാതെ വേറെ ഒന്നും പറയാനില്ല. അമ്മ രക്ഷിക്കുന്ന 100% സത്യമാണ്. എനിക്ക് യാതൊരു സംശയമില്ല. വിശ്വസിച്ച് വരാം. അപ്പോ ഇവരാണ് മണിസ്വാമി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ജീവനും ജീവിതവും ആയുസ്സും ദേവിയിൽ അർപ്പിച്ച് അമ്മയായി ആരാധിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാണ് അവർ. ആ സ്വാമിയാണ്. അപ്പോൾ സ്വാമിയുടെ ദേഹത്ത് കയറിയിട്ടാണ് അമ്മ ആളുകൾക്ക് കൽപ്പന കൊടുത്ത് രക്ഷപ്പെടുത്തുന്നത് ആളുകളെ. മണിസ്വാമി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ഈ സ്ഥലം വരുന്നത് പാലക്കാട് മണ്ണാർക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തെ, മണ്ണാർക്കാട് ആണ്ടിപ്പാടം എന്ന് പറഞ്ഞ സ്ഥലത്ത്, പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് ആണ്ടിപ്പാടം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇവിടുത്തെ നമ്പറും കാര്യങ്ങളും കൂടുതൽ വിവരങ്ങൾ, ഇവിടുത്തെ നമ്പറും കാര്യങ്ങളും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും അറിയാൻ പറ്റും. അപ്പോൾ ഇവിടെ ജാതി മത ഭേദമൊന്നുമില്ല. ഇഷ്ടംപോലെ ആളുകൾ, ജനസാഗരം വന്നുകൊണ്ടേയിരിക്കുകയാണ് ഇവിടെ ആളുകൾ. രോഗങ്ങളും അസുഖങ്ങളും എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെ കൊണ്ട് വീഡിയോ നിങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമസ്കാരം. ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും നിങ്ങളുടെ മുമ്പിലെത്തും.